ഇന്നത്തെ തലമുറ വിവാഹത്തെ വല്ലാതെ ഭയക്കുന്നു എന്നാണ് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനൊരു പ്രധാന കാരണമാണ് പങ്കാളികൾക്കിടയിലെ അടക്കി ഭരണം. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമായ ഒരു കാര്യമാണെന്നാണ് കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അത് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാര്യമാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കൾ. ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും മനോഹരമാക്കി തീർക്കാവുന്ന ദാമ്പത്യ ജീവിതം പല കാരണങ്ങൾ കൊണ്ടും നരകതുല്യമായി മാറിയ നിരവധി അനുഭവങ്ങൾ നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് ഇന്ന് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്നുമാണ്. എൻ്റെ പ്രിയ ഭർത്താവ് 15 വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 16 വർഷത്തോളം ആകാൻ പോകുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞ ചില വാചകങ്ങൾ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയം ഞാൻ അന്ന് കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. വിവാഹ സമയത്തെ ലീവ് തീർന്ന് ഞങ്ങൾ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അദ്ദേഹത്തോടൊരു കാര്യത്തെപ്പറ്റി സംസാരിച്ചു. എൻ്റെ ഔദ്യോഗിക പേരിൽ നിന്നും എൻ്റെ പിതാവിൻ്റെ പേര് മാറ്റി അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ചേർക്കുന്നതിനെ പറ്റി. ഞാൻ അന്ന് എൻ്റെ ചുറ്റുപാടെല്ലാം തന്നെ കണ്ട് ശീലിച്ചത് വിവാഹശേഷം സ്ത്രീകൾ ഭർത്താവിൻ്റെ പേര് തങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ അതിനുവേണ്ടി മാനസികമായി നേരത്തെ തന്നെ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിങ്ങനെയായിരുന്നു: വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് നീ എന്തിനാണ് പേര് മാറ്റുന്നത്? നീ എൻ്റെ ഭാര്യയാണ്, പക്ഷേ അത് മാത്രമാവരുത് നിന്റെ ഐഡന്റിറ്റി. നിനക്ക് നിന്റേതായ ഐഡന്റിറ്റി ഉണ്ടാവണം. നിന്റെ മാതാപിതാക്കള് നിനക്കിട്ട പേരിൽ തന്നെ വേണം നീ എന്നും അറിയപ്പെടാൻ. ഇത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. കാരണം അതെനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഒരിക്കലും അതിനു മുൻപ് എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടില്ലാത്ത ഒരു ചിന്തയായിരുന്നു അത്. നോക്കുമ്പോൾ അതൊരു വളരെ ചെറിയ സംഭവമാണ്. ഇന്ന് വളരെയധികം പേര് ആ രീതിയിൽ ചെയ്യുന്നുമുണ്ട്. വിവാഹശേഷം സ്ത്രീകൾ പേര് മാറ്റുന്നതിന് ഞാൻ എതിരുമല്ല, അനുകൂലവുമല്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സംഭവമല്ല പ്രധാനം. അദ്ദേഹം ആ വാചകങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്ന ചില വലിയ അറിവുകളാണ്. അതിനുശേഷം എപ്പോഴൊക്കെ ഞാൻ എൻ്റെ മുഴുവൻ പേര് എവിടെ എഴുതിയാലും എൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു സംഭവത്തിലേക്ക് പോകും. ആരും ആർക്കും മുകളിലല്ല എന്ന് അദ്ദേഹം എന്നോട് പറയാതെ പറഞ്ഞ ആ നിമിഷം. ഇന്ന് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അത് തുടർന്നു പോരുകയും ചെയ്യുന്നു. ഞാൻ എന്തിനാണ് ഈ ഒരു സംഭവം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്താണ് എന്ന് ഇന്നും നമുക്ക് ശരിയായ ഒരു അവബോധമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാതിനിധ്യം ലഭിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെല്ലാ മേഖലകളിലും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നതോ ഒക്കെയാണ് സ്ത്രീ പുരുഷ സമത്വം. എന്നാൽ യഥാർത്ഥ സ്ത്രീ പുരുഷ സമത്വം ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇത് ഇവിടെ പറയുമ്പോൾ ഞാൻ സ്ത്രീകളെ പിന്തുണയ്ക്കുന്നു എന്നല്ല. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. പങ്കാളിയെ അടക്കി ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ കാണുമ്പോഴാണ് കുടുംബത്തിൽ നമ്മുടെ വില ഉയരുന്നത് എന്നാണ് നിർഭാഗ്യവശാൽ ഇന്നും നമ്മളിൽ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് തൻ്റെ അധികാരം കാണിക്കാനായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ പങ്കാളിയെ അധിക്ഷേപിക്കുക എന്നുള്ളത്. ചില കുടുംബങ്ങളിൽ പുരുഷനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്, ചില കുടുംബങ്ങളിൽ സ്ത്രീകളായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. കുടുംബത്തിലെ സ്ത്രീകളുടെ അമിത നിയന്ത്രണം മൂലം ബുദ്ധിമുട്ടുന്ന നിരവധി പുരുഷന്മാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാനാണ് പങ്കാളിയേക്കാൾ വലുത് എന്നുള്ള ദുരഭിമാനം നമ്മുടെ മനസ്സിൽ കയറുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. എന്നാൽ ഈ ഒരു ഭരണ മനോഭാവവും ദുരഭിമാനവും ഒക്കെ വിട്ട് പങ്കാളിയെ ഒരു സ്വതന്ത്ര വ്യക്തിയായി നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭൂമിയിലെ സ്വർഗമായി മാറും. അതിന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചിന്തിക്കണം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ നമ്മൾ പറയുന്നത് പങ്കാളി എന്നാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. പങ്കാളി എന്ന് പറയുമ്പോൾ ഒരേപോലെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഒക്കെ ഉള്ള ആളാണ്. പങ്കാളിയാണ് നമ്മുടെ ഉത്തമ സുഹൃത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതിൽ പല ഒരു ഭാഗ്യം നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ പങ്കാളിയെ വല്ലാതെ അടക്കി ഭരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, ഒരുപക്ഷെ അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇനി ചെറിയ രീതിയിലാണെങ്കിലും അതിൽ നിന്നൊന്ന് മാറി തുടങ്ങുക. നമ്മൾ അങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. സ്ത്രീധനത്തെ പറ്റിയുള്ള ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ പ്രശസ്തമായ കവിതയിലെ 2 വരികൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിങ്ങനെയാണ്: ആരും ആരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ നേടുമന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷ്യർ.
അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മുടെ പങ്കാളിയെ അടക്കി ഭരിക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കാതെ അവരെ നമുക്ക് തുല്യമായി പരിഗണിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ ദുരഭിമാനത്തിന്റെ പേരിൽ വെറുതെ പാഴാക്കി കളയാതെ നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ജീവിതം നമുക്ക് ഏറ്റവും മനോഹരമാക്കി മാറ്റാം. ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇനി ചെറിയ രീതിയിലാണെങ്കിലും അത് ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ജീവിതത്തിൽ വരുന്ന മാറ്റം അനുഭവിച്ചു തന്നെ അറിയുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.